ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മീന സീജൻ യൂട്യൂബ് ചാനൽ. അപ്പോൾ എല്ലാവരും സുഖമായിട്ടിരിക്കുകയാണല്ലേ? ഇന്നത്തെ വ്ളോഗിലുള്ളത് എൻ്റെ കൊച്ചിച്ചൻ്റെ മോളാണ്. അപ്പം നമ്മൾ രണ്ടുപേരും എവിടെയാണ് പോകുന്നതെന്ന് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടാവും അല്ലേ? അപ്പം നമ്മൾ പോകുന്നത് ട്രിവാൻഡ്രത്ത് കുഴിപ്പള്ളത്തുള്ള ബൊട്ടാണിക്കൽ ഗാർഡനിലേക്കാണ്. എന്തിനാണ് പോകുന്നതെന്നല്ലേ? അപ്പം നമ്മൾ വിചാരിക്കുകയാണ് നമ്മുടെ വീടിന് ചുറ്റുപാടും ഒന്ന് ഫ്യൂച്ചറിലേക്ക് ആവശ്യമായിട്ടുള്ള കുറച്ച് മരങ്ങളൊക്കെ വെച്ച് പിടിപ്പിക്കണം. അപ്പോൾ ഇനി അവിടെ പോയിട്ട് പ്ലാൻ മാറുമില്ലെന്നൊന്നും അറിയില്ല. ഈ ഒരു ഉദ്ദേശത്തോടെയാണ് നമ്മൾ അങ്ങോട്ടേക്ക് പോകുന്നത്. അപ്പോൾ നമ്മൾ ഹൈവേ ഒക്കെ ക്രോസ് ചെയ്ത് പോവുകയാണ്. ഇവിടെ നിന്ന് ഏകദേശം ഒരു 12-13 കിലോമീറ്ററോളം ഉണ്ടാവും. നമ്മുടെ വീട് കാഞ്ഞിരംകുളത്താണ്. അവിടെ നിന്ന് കുറച്ച് അടുത്ത് തന്നെയാണ്. അതിനിടയിലാണ് നമ്മുടെ സൂര്യൻ നമ്മുടെ ഉച്ചൻ തലയിൽ വന്ന് അടിക്കുന്നത് ഗൈസ്. 10 മണി ആയതേ ഉള്ളൂ. പുറത്തിറങ്ങാൻ പറ്റാത്ത അവസ്ഥയാണ്. അപ്പോൾ ബാക്കി വിശേഷങ്ങൾ അവിടെ ചെന്നിട്ട് കാണാം. ഒരിക്കൽ കൂടി എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ അവിടെ ചെന്നിട്ട് കാണാം ഗൈസ്. അങ്ങനെ നമ്മൾ ഏകദേശം കുഴിപ്പള്ളത്ത് എത്താറായി. അപ്പോൾ ഇതിനു മുന്നേ നമ്മളൊരിക്കൽ വന്നിട്ടുണ്ടായിരുന്നു. അന്ന് വ്ളോഗോ കാര്യങ്ങളോ ഒന്നും എടുത്തിട്ടില്ല, ലൈവ് മാത്രമേ പോയിട്ടുള്ളൂ. അപ്പോൾ അന്ന് ഇവിടെ നിന്നും റോഡൊന്നും അത്ര നല്ലതായിരുന്നില്ല. ഇപ്പോൾ വന്നപ്പോൾ കുറച്ച് ദൂരമൊക്കെ ഒന്ന് അവർ സെറ്റ് ചെയ്തിട്ടുണ്ട്. അതെന്തായാലും നല്ല കാര്യം. അപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോൾ നമുക്കൊരു പണി കിട്ടി ഗൈസ്. നമ്മുടെ തേരി ഇങ്ങനെ കയറിയപ്പോൾ ഇടയ്ക്ക് വണ്ടി സ്റ്റോപ്പായി നിന്നു. അപ്പോൾ അങ്ങനെ നമ്മൾ ബൊട്ടാണിക്കൽ ഗാർഡനിൽ എത്തി. ഇനി ഇവിടെ നിന്ന് കുറച്ച് താഴേക്ക് പോകണം. അവിടെയാണ് ചെടിയും കാര്യങ്ങളും മറ്റുള്ളത്. ഫ്രൂട്ട്സ് ആയാലും വെജിറ്റബിൾസ് ആയാലും പൂച്ചെടി ആയാലും എന്ത് തന്നെ ആയാലും. അപ്പോൾ നമ്മളിതാ നേരെ അങ്ങോട്ട് പോകുന്നു. ഹലോ ഗൈസ്, അപ്പം നമ്മളങ്ങനെ വണ്ടിയൊക്കെ പാർക്ക് ചെയ്തിട്ട് നേരെ ബൊട്ടാണിക്കൽ ഗാർഡനിലോട്ട് കിടക്കുകയാണ്. അപ്പം നമ്മൾ ആദ്യം പോയ സെക്ഷൻ എന്ന് പറയുന്നത് കുറേ ഫ്രൂട്ട്സ് ഉണ്ട്. അവിടെ കുറേ ചെടികളും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ നമ്മളെന്ന് പറയണത് ഒരു സെക്ഷനിൽ കൂടെ പോയിട്ട് വീണ്ടും ആ സെക്ഷനിൽ വന്ന് വീണ്ടും ചെടി എടുത്ത് ഭയങ്കര കോമഡി ആയിരുന്നു. അപ്പോൾ നമ്മൾ ഇറങ്ങിയപ്പോഴത്തേക്കും ഭയങ്കര ചൂടാണ് ഗൈസ്. നിങ്ങൾക്ക് കണ്ടാൽ അറിയാം. ഒരു 5 മിനിറ്റ് പോലും അവിടെ നിൽക്കാൻ പറ്റത്തില്ല. അപ്പോൾ അവിടെ ഒത്തിരി സ്റ്റാഫും കാര്യങ്ങളും ഉണ്ട്. അപ്പോൾ അവരെയൊക്കെ കാണുമ്പോൾ വിഷമവും കാര്യങ്ങളും വരും. കാരണം ഭയങ്കര കഷ്ടപ്പാടാണ്. അത്രയ്ക്ക് വെയിൽ കൊണ്ട് അവിടെ നിൽക്കണം. അപ്പോൾ നമ്മൾ ചെടികളൊക്കെ എടുത്തിട്ട് നേരെ പൂക്കളുടെ സെക്ഷനിലേക്ക് പോകും. അപ്പോൾ കൊച്ചിച്ചൻ്റെ മോക്കെന്ന് പറയുന്നത് പൂക്കളോടാണ് കൂടുതൽ ക്രേസ്. എനിക്കെന്ന് പറയുന്നത് ഫ്രൂട്ട്സിൻ്റെയോടെയാണ് കൂടുതൽ ക്രേസ്. അപ്പോൾ അവൾ അവിടെ ചുറ്റി നടന്നിട്ട് ഒത്തിരി ചെടികളെടുത്തു. അപ്പോൾ നമ്മൾ ചെടികൾ എടുക്കാൻ പോകുമ്പോൾ കുറേ ആൻറ്റിമാരൊക്കെ അവിടെ ഉണ്ട്. അപ്പോൾ അവർ സ്ഥിരം കസ്റ്റമറാണ് അവിടുത്തെ. അപ്പോൾ നമ്മൾ എടുക്കാൻ പോകുമ്പോൾ അവർ പറയും ഇത് എടുക്കണ്ട മോളെ. അപ്പോൾ ഇവിടെ നിന്ന് വാങ്ങിക്കൊണ്ട് പോകുമ്പം പൂക്കും എന്ന് വെച്ചാൽ അതിലുള്ള മൊട്ട് പൂക്കും, എന്നിട്ട് പൂവൊന്നും വരത്തില്ല. അപ്പോൾ അങ്ങനെ പറയുമ്പോൾ നമ്മൾ അതൊക്കെ അങ്ങ് ഒഴിവാക്കും. എന്നിട്ട് നമുക്കിഷ്ടപ്പെടുന്നത് അവരെ കൂടെ സജഷൻ കേട്ടിട്ടാണ് നമ്മളെടുത്തത്. കാരണം അവർക്ക് എക്സ്പീരിയൻസ് ഉണ്ടല്ലോ അങ്ങനത്തെ. അപ്പോൾ നമ്മൾ ഫസ്റ്റ് ടൈമാണ് ഇങ്ങനത്തെ മോഡലൊക്കെ കാണുന്നത്. പിന്നെ ഞാനൊരു അഗസ്ത്യ ചീര എടുത്തിട്ടുണ്ട്. അപ്പോൾ എനിക്കത് നടണമെന്ന് ഭയങ്കര ആഗ്രഹമായിരുന്നു. പിന്നെ അഗസ്ത്യ ചീര, ശീമ, നെല്ലി, അങ്ങനെ ഒത്തിരി കാര്യങ്ങളൊക്കെ എടുത്തിട്ടുണ്ട്. പിന്നെ ഇനി നമ്മൾ പോകുന്നത് പൂക്കളൊന്നും ഇല്ലാത്ത ഇലച്ചെടി, ജസ്റ്റ് ഭംഗിക്ക് മാത്രം വളർത്തുന്ന ചെടികൾ എടുക്കാനാണ്. അപ്പോൾ ഇവിടെ ഒത്തിരി ഐറ്റംസ് ഉണ്ട്. നമ്മുടെ കാച്ചിൽ വള്ളിയില്ലേ, സ്വീറ്റ് പൊട്ടാറ്റോ, മധുരക്കിഴങ്ങ്, അപ്പോൾ അതുമായിട്ട് സാമ്യമുള്ള ഇലച്ചെടികൾ ഉണ്ട്. അപ്പോൾ അതൊക്കെ കാണാൻ നല്ല ഭംഗിയുണ്ടായിരുന്നു. അതൊക്കെ വളരെ തുച്ഛമായ റേറ്റേ ഉള്ളൂ. ഒരു തൈക്ക് 7 രൂപ അങ്ങനെയൊക്കെ ഉള്ളൂ. ചെറിയ തൈയാണ്. നമ്മൾ പക്ഷേ വാങ്ങിക്കൊണ്ട് വരുമ്പോൾ അത് നന്നായിട്ട് കിളിച്ച് വരും. ഇതിന് മുന്നേ ഇവിടെ നിന്ന് വാങ്ങിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഇത്രയും ചെടികളാണ് എടുത്തിട്ടുള്ളത്. എന്നിട്ട് നമ്മൾ ക്ഷീണിച്ച് നേരെ പോയി ഒരു മാസയും മീറ്റ് റോളൊക്കെ കഴിച്ച് കുറച്ച് നേരം അവിടെ അങ്ങ് റെസ്റ്റ് എടുത്തു. എന്നിട്ട് നേരെ നമ്മൾ പേയ്മെൻറ്റൊക്കെ ചെയ്തിട്ട് നേരെ വീട്ടിലോട്ട് പോവുകയാണ്. അപ്പോൾ നമ്മൾ ഇങ്ങനെയാണ്, ഈ ഒരു രീതിയിലാണ് ഗൈസ് പോകുന്നത്. നമ്മൾ വന്നപ്പോൾ നല്ല ഫ്രീ ആയിട്ടാണ് വന്നത്. തിരിച്ചു പോകുമ്പം വണ്ടിയായിട്ടാണ് പോകുന്നത്. എല്ലാവരും നമ്മളെ തന്നെയാണ് നോക്കുന്നത് ഗൈസ്. അപ്പോൾ ഇതിന് കുറച്ച് മുകളിൽ പോയി എനിക്ക് വാഴ വാങ്ങണമായിരുന്നു. അങ്ങനെ വാഴയൊക്കെ വാങ്ങി. ഇതാണ് വാഴയുടെ സെക്ഷന്. അതും വാങ്ങി നമ്മൾ ഇറങ്ങി. കൊച്ചിച്ചേൻ്റെ മോള് വണ്ടി എടുത്തുകൊണ്ട് വരായിരുന്നു. അപ്പോൾ ഇന്നത്തെ ഒരു കുഞ്ഞു വ്ളോഗാണ്. അപ്പോൾ ഈ വ്ളോഗ് ഇഷ്ടമായാൽ നിങ്ങൾ സപ്പോർട്ട് അറിയിക്കാൻ മറക്കരുത്. അപ്പോൾ എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. അപ്പോൾ പിന്നെ കാണാം ഗൈസ്. ബൈ.